ഈ വീഡിയോയിൽ എൻ്റെ ചോദ്യമാണ്, എൻ്റെ അറിവില്ലാത്ത ചോദ്യങ്ങളാണ്. നിങ്ങൾ അറിവുള്ള ആൾക്കാർ ഉത്തരം തരണം. കാരണം ഞാൻ ബ്രിട്ടനിലെ NHSുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു. അതിന് അഡീഷണലായിട്ട് കുറച്ച് തെളിവുകൾ ഉൾപ്പെടെ വീഡിയോ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ചില സീനിയറായിട്ടുള്ള ഡോക്ടേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്നതിന് റെസിഡൻ്റ് ആയിട്ടുള്ള സിറ്റിസണായിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു. പല ആൾക്കാരും എന്നോട് വിളിച്ച് സംസാരിക്കുന്നു. ഇവരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും ഡോക്ടേഴ്സിനെയോ അതായത് നേഴ്സസിനെയോ ഒന്നും ബാധിക്കത്തില്ല, ബ്യൂറോക്രസിയാണ് ബാധിക്കുന്നത്. അതും എഗ്രി ചെയ്തു. ഇപ്പം എൻ്റെ സംശയങ്ങൾ നിങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. കാരണം ഈ സംശയം വളരെ ക്ലാരിറ്റി ഉള്ള സംശയമാണ്. അത് അറിയാവുന്നവർക്ക് ഏത് രീതിയിൽ ഇത് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞു തരിക. ദ ഇന്റർനാഷണൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു 30,000 പേരുടെ ജോലി പോകും. എഗ്രീഡ്? അത് ഹെൽത്ത് സെക്ടർ മുഴുവനായിട്ടാണ് പറയുന്നത്. NHS ഈ പറയുന്ന അതിൻ്റെ NHS ട്രസ്റ്റ് ഉണ്ട്, NHS മറ്റുള്ള സംഭവങ്ങളുണ്ട്, എല്ലാവരുടെയും 30,000 പേരുടെ ജോലി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയേണ്ടത്, അത് ഈ പറയുന്ന ബ്യൂറോക്രസിയിൽ മാത്രമാണോ ഈ 30,000 പേരുടെ ജോലി പോകുന്നത്? ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ കാര്യം പറയാം. ഒരാളുടെ പോലും ജോലി പോകണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഈ വളരെ ഒതന്റിക്കേറ്റ് ചെയ്ത് പത്രങ്ങൾ പല ആൾക്കാരെയും ഊഹാപോഹങ്ങളില്ല കോട്ട് ചെയ്യുക. NHSന്റെ ട്രസ്റ്റിന്റെ ബോർഡിന്റെ ചെയർമാനെ കോട്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്തിന്റെ സീനിയർ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ കോട്ട് ചെയ്ത് ദ ഗാർഡിയൻ ഇങ്ങനെ 30,000 പേരുടെ ജോലി പോകും. നേരത്തെ ഞാൻ 12,000 8,000 പറഞ്ഞു, പക്ഷെ ഇപ്പം 30,000 പേരുടെ ജോലി വന്നിരിക്കുന്നു. അപ്പൊ ഈ 30,000 പേരുടെ ജോലി പോകുമ്പോൾ എൻ്റെ ചോദ്യമുണ്ട്, ഇതിലൊരു മലയാളി ഇല്ലയോ, ഒരു ഇന്ത്യക്കാരും ഇല്ല, എല്ലാം ഈ പറയുന്ന അവിടെ മറ്റുള്ളവരാണ്. മേക്ക് ഇറ്റ് ക്ലാരിറ്റി. ഇതിൻ്റെ ക്ലാരിറ്റി ആവശ്യമാണ്. അതേപോലെ തന്നെ മറ്റു പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദ എക്കണോമിസ്റ്റ്, ഗ്ലോബലായിട്ടുള്ള ഒരു ന്യൂസ് മാഗസിൻ, അവർ റിപ്പോർട്ട് ചെയ്യുന്നു വരാൻ പോകുന്ന വർഷങ്ങളിൽ 50% ബ്രിട്ടൻ്റെ ഹെൽത്തിൻ്റെ എക്സ്പെൻസ് അവർ കട്ട് ഡൗൺ ചെയ്യുന്നത്. കാരണം അതിൻ്റെ പെർഫോമൻസ് മാത്രമല്ല, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏകദേശം 200 ബില്യൺ പൗണ്ടാണ് ഇവർ ചിലവാക്കുന്നത് ഓരോ വർഷവും. അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പോകുന്നത്, അതായത് ബ്രിട്ടൻ്റെ ബജറ്റിൻ്റെ 16%. അപ്പോൾ അതിനകത്തുനിന്ന് 200 ബില്യൻ്റെ അകത്തുനിന്ന് അവർ 50%, അതായത് 100 ബില്യൺ പൗണ്ട് മാത്രമേ അവർ വരാൻ പോകുന്ന വർഷങ്ങളിൽ, അത് പെട്ടെന്നല്ല, കുറച്ച് മാറ്റിയിട്ട് അവർ ചിലവാക്കാൻ പോകുന്നുള്ളൂ. ചോദ്യം വളരെ പ്രിസൈസ് ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്. ഈ 50% ഈ അതിൻ്റെ ഹെൽത്ത് സെക്ടറിൽ നിന്ന് അവർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 50% കുറയ്ക്കുമ്പോൾ ഒരു പലതിൻ്റെ അകത്തും വാർത്തകൾ 1.5 ലക്ഷം ജോലികൾ പോകും. 1.75 lakhs ജോലി അടുത്ത 2 വർഷം കഴിയുമ്പോൾ. ചോദ്യം വളരെ പ്രിസൈസ് ആണ്. അപ്പൊ ഇതിനകത്തും ഈ പറയുന്ന ഒരു നേഴ്സും, ഈ പറയുന്ന ഒരു ഡോക്ടേഴ്സും, ഈ പറയുന്ന ഒരു മലയാളി ഇല്ലേ? തിങ്ക് ഇറ്റ്. നോൺസെൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസും ആൻസറും പറയരുത്. ഇത് ഞാൻ ഈ പറയുന്ന ഒരാളുടെയും ജോലി പോകരുത്. പക്ഷേ ഈ എക്കണോമിസ്റ്റ്, അതേപോലെ പൊളിറ്റിക്കോ, അതേപോലെ അവിടെയുള്ള അതിപ്രശസ്തമായ ഗ്ലോബലി അറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഡെയിലീസ്, ഫിനാൻഷ്യൽ ടൈംസ്, ഇവരൊക്കെ പറയുന്ന ഇത്രയാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡ്, ഇതാണ് കുറയ്ക്കാൻ പോകുന്നത്. 50% അവർ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്യുമ്പോൾ, അതായത് സ്പെൻഡിങ് മാറ്റുമ്പോൾ, അതായത് റിഫോംസ്, ഒരു മലയാളിക്ക് ജോലി പോകുന്നു, ഒരു ഡോക്ടേഴ്സിന്, ഒരു നേഴ്സിന് ജോലി പോകുന്നില്ലേ? തിങ്ക് ലോജിക്കലി. എന്തൊരു പൊട്ടത്തരം പറയാതെ. അതേപോലെ 30,000 പേര് നിങ്ങൾ പറയുന്ന ബ്യൂറോക്രസി, ആൾക്കാരുടെ ജോലി പോകുന്നു. ഇതിനകത്ത് ഒരു മലയാളി ഇല്ലേ, ഒരു ഇന്ത്യക്കാരും ഇല്ലേ? വാട്ട് എ നോൺസെൻസ് ആർ യു ആർ ടോക്കിംഗ്. അതിനകത്ത് ഈ NHS മാത്രമൊന്നുമില്ല, മറ്റു സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഓവറോൾ പിക്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. അതെ, ആൾക്കാർ ഈ ഷാഡോ ബോക്സ് ഉണ്ടാക്കരുത്. അവിടുത്തെ പത്രങ്ങൾ ഈ പറയുന്ന അവിടെയുള്ള സീനിയറായിട്ടുള്ള NHSന്റെ ഈ
അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി ഒഫീഷ്യലുകളെ കോട്ട് ചെയ്തേക്കുവാണ് ഓരോരുത്തരെയും. അതേപോലെ NHSന്റെ ട്രസ്റ്റിന്റെ ബോർഡിന്റെ ചെയർമാനെ കോട്ട് ചെയ്താണ് വാർത്ത വരുന്നത്. ഇതെല്ലാം ഇവരെല്ലാം കള്ളവാർത്ത പറയും. നിങ്ങളാണ് പറയുന്നത് സത്യം. അല്ലെ എന്നെ എഡ്യൂക്കേറ്റ് എന്ത് സംഭവം. കാരണം ഞാൻ 2 ദിവസം കൊണ്ട് ഇന്ന് വായിക്കുക. നിങ്ങൾ ഈ പറയുന്ന ആർക്ക് പറ്റും? നിങ്ങൾ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ ഈ പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഒരു കാര്യം. അവിടെ ഭയങ്കരമായിട്ട് റിഫോംസ് ആണ് ഗവൺമെൻറ്. അതിന് പ്രധാന കാരണക്കാരൻ ഇലോൺ മസ്ക് ആണ്. അവിടുത്തെ പത്രങ്ങൾ കോട്ട് ചെയ്യുന്നു. കാരണം അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിയില്ല എങ്കിലും ഈ റിഫോംസ് വന്നില്ല എങ്കിലും ബ്രിട്ടീഷ് എക്കോണമി തകർന്നു പോകും. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഇവർ കയറി NHSന് ഈ സംഭവം ഹെൽത്ത് സെക്ടറിന് കയറി പിടിച്ചിരിക്കുന്നത്. ഇത് ആ സെക്ടറിൽ മാത്രമൊന്നുമല്ല, എല്ലാ സെക്ടറിലും വരാൻ പോവുകയാണ്. എല്ലാ സെക്ടറിലും. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ലേബർ റിഫോംസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഞാനെന്തോ ഉണ്ടാക്കി പറഞ്ഞത്? നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ഒരു നേഴ്സസിനും ജോലി പോകത്തില്ല, ഒരു ഡോക്ടേഴ്സിനും ജോലി പോകത്തില്ല, ഒരു ടെക്നിക്കൽ ആളിനും ജോലി പോകത്തില്ല, എല്ലാം ബ്യൂറോക്രസിക്കാണ് പോകും. ഇത്രയും പേര് 50% കട്ട് ചെയ്യുമ്പോൾ 30,000 പേർക്ക് ജോലി പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇന്ത്യക്കാരൻ ഒരു മലയാളി ഇല്ല. സോ ഞാനത് വിശ്വസിക്കണം. ലോജിക്കായിട്ട് പറഞ്ഞതാ എനിക്ക് എന്തുവായി സംഭവം എന്ന്. ഞാൻ ഈ വായിച്ചതിൻ്റെ അത് ആ പത്രങ്ങൾ വായിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പത്രങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നു, അതും പറയാം. എന്താ കാര്യമെന്ന് നിങ്ങൾ ആ പത്രങ്ങൾ വായിച്ചിട്ട് നോക്ക്. കാരണം ഇതിൻ്റെ ലിങ്ക് ഒന്നും ഇടാൻ പറ്റും. ഇതിലെല്ലാം പെയ്ഡാണ് ഇത് മുഴുവനും. അപ്പോൾ ഇതെല്ലാം ഇരുന്ന് വായിച്ചിട്ടാണ് പറഞ്ഞ് അവിടെ ഉള്ള ആൾക്കാരുമായിട്ട്, ഈ മലയാളികളുമായിട്ടല്ല സംസാരിച്ച്, ഹെൽത്ത് എക്സ്പേർട്ടുകളായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് കട്ട് ഡൗൺ ആണ്. ഈ പറയുന്ന പോലെ സ്മൂത്ത് അല്ല ഇനിയുള്ള കാര്യങ്ങൾ. പുതിയതായിട്ടുള്ള ജോലിക്കാരെയൊന്നും അവരെടുക്കാൻ പോകുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. കാരണം അല്ലെങ്കിൽ മുന്നോട്ട് ഗവൺമെൻറ് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജോബ് കട്ട് ചെയ്യുന്നത്. ഇതവർ അവിടെയുള്ള എക്സ്പേർട്ട് പറയുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടുന്ന് അവിടെ ജോലി ചെയ്യുന്ന മലയാളി നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും അറിയാമെങ്കിൽ പ്ലീസ് ഷെയർ മീ വാട്ട് എക്സാക്ട്ലി ദ റീസൺ. നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നു? ബേസിക്കലി തൂക്കം ഈ പത്രങ്ങൾ പറയുന്ന, ഗവൺമെൻറ് പറയുന്ന, പാർലമെൻറ്റിൽ പറയുന്ന എല്ലാം തട്ടിപ്പാതോ? നിങ്ങൾ പറയുന്നതാണോ കറക്റ്റ്? വീണ്ടും പറയുന്ന ഒരാൾക്കും ജോലി പോലും. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം ഇത് ആസ് എ ജേർണലിസ്റ്റ് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം ഇതിൻ്റെ റീസൺ എന്താ ബിഹൈൻഡ്? അതായത് ഇങ്ങനൊരു സ്ഥിതി വരാൻ പോവുകയാണ്. ജോബ് കട്ട്, ജോലിയില്ലാത്ത സ്ഥിതിയിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ മെൻ്റലി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. മെൻ്റലി പ്രിപ്പയർ ആയില്ലെങ്കിൽ ചിലപ്പോൾ തളർന്നു പോകും. ജോബ് കട്ടുണ്ട്, പ്രശ്നമുണ്ട്, സാമ്പത്തിക ഇഷ്യൂ ആണ്. ജോബ് കട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും, ലൈഫ് താളം തെറ്റും, നിങ്ങളുടെ ഡേ ടു ഡേ അഫയേഴ്സ് മാറും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മെൻ്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന പ്രൊഫഷനാണ് ഹെൽത്ത് സെക്ടർ. അവിടെയാണ് ഇത് കയറി പിടിച്ചിരിക്കുന്നത്. അപ്പം അതൊന്ന്. രണ്ടാമത് മെൻ്റലി പ്രിപ്പയർ ആകുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കലി പ്രിപ്പയർ ആയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇൻ അഡ്വാൻസ് പലപ്പോഴും ന്യൂസുകൾ ഇൻ അഡ്വാൻസ് ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ പറയുന്നത്. ഇന്നതാണ് പ്രശ്നം, ഇന്നതുകൊണ്ട് ഇന്നതുണ്ടാകും, അതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം ജനങ്ങളെ ബാധിക്കും. അതാണ് ഒരു ജേർണലിസ്റ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഇൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. നിങ്ങൾ ഈ പത്രങ്ങളെല്ലാം പറയുന്ന കള്ളമാണ്. ഇതിനകത്ത് ഒരു മലയാളിക്ക് പോലും ജോലി പോകുന്നില്ലേ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ക്രൈസിസ് ആണ്. അതായത് റിസഷന് മുൻപുള്ള ഒരു ക്രൈസിസ് ആണിത്. അതുകൊണ്ടാണ് ഇത്രയും ജോബ് കട്ടും 50% ഈ ഹെൽത്ത് സെക്ടറിനകത്ത് കുറയ്ക്കുക. അതായത് എക്സ്പെൻസ് കുറയ്ക്കുക, ഇയർലി എക്സ്പെൻസ്, ബജറ്റ് അലോക്കേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ഉറപ്പായിട്ട് ജോലി പോകും. അത് എത്ര പേരുടെ ജോലി പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. കാരണം അവിടുത്തെ പത്രങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ആൾക്കാരെ കൂട്ടി ഇത്ര പേരുടെ പോകും, 30,000. അത് കഴിഞ്ഞ് ഇത്ര പകുതിയോളം അവിടെ ജോലി ഇല്ലാതാകും. അവർ വന്ന് ഫ്രണ്ട് ലൈനായിട്ട് ഹെൽത്ത് സെക്ടറിനെ മാറ്റാൻ വേണ്ടിയാണ് ബാക്കിയുള്ള പണം ഉപയോഗിക്കുക. അതായത് അവർ കട്ട് ത്രോട്ടാണ്. സംഭവം കുറയും. ഇതിനെ ഫേസ് ചെയ്യുക. അതായത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡിസിഷനാണ്. ആ ഡിസിഷനുമായിട്ട് അവർ മാറ്റിയില്ല എങ്കിൽ അവിടെ ജോബ് പോകും, ഉറപ്പായിട്ടും ജോബ് പോകും. ഇത് ആൾക്കാർ നിങ്ങളെ ഏതാണ്ട്
ലോകത്ത് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുകയാണ്. കാരണം അവരുടെ ഗവൺമെൻറ് പറയുന്നതാണ്, ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പത്രങ്ങളിൽ വരുന്നത്, അവരുണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല. അതിനകത്ത് പറയുന്നു 30,000 പേരുടെ ജോലി പോകും, അത് കഴിഞ്ഞ് 50% കട്ട് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം ജോലി പോകും, ഉറപ്പായിട്ടും മലയാളികളുടെ അവിടുത്തെ ജോബിനെ ബാധിക്കും, അവിടുത്തെ എക്കോണമിയെ ബാധിക്കും, അവിടുത്തെ ലോക്കൽ എക്കോണമിയെ ബാധിക്കും, അവിടെ ഇന്ത്യക്കാർ ഒറിജിനായിട്ടുള്ള അവിടെ സിറ്റിസൺസ് അവരുടെ എക്കോണമിയെ ബാധിക്കും. ഇതൊക്കെ ക്ലാരിറ്റി എൻ്റെ ഭാഗത്ത് നിന്ന്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ലാതെ അറിയാമെങ്കിൽ എന്താണെന്ന് അതിന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു, ഞാൻ അതിന് മറുപടി തരാം. താങ്ക് യു വെരി മച്ച്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.